ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ ദാ നല്ല വെയിൽ കണ്ടപ്പോഴേക്കും ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണേ. നമ്മുടെ മിൽക്കി ബാമ്പും ബോർഡർ ഗ്രാസും കൂടി ഒരു ചട്ടിയിൽ തന്നെ നിന്നിട്ട് രണ്ട് പേർക്കും വളരാനുള്ള സ്ഥലം പോരാൻ തോന്നിയതുകൊണ്ട് ഞാൻ വേഗം തന്നെ അത് രണ്ടും വേറെ വേറെ ചട്ടിയിലേക്ക് ആക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് മണ്ണെടുത്തുകൊണ്ട് വന്നാണേ. കൊക്കോപീറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനതൊന്ന് ലൂസാക്കിയിട്ട് നമ്മുടെ ഹാങ്ങിങ് ബോട്ടിലാണ് കേട്ടോ ഞാനിപ്പോൾ വെക്കുന്നത്. ഹാങ് ചെയ്യുന്നില്ല, ആ ടാങ്കിൻ്റെ മുകളിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ഇതിത്തിരി റൗണ്ട് ഷേപ്പുള്ള ചട്ടി ആകുമ്പോഴേക്കും ബോർഡർ ഗ്ലാസ് വെച്ചാൽ നല്ല ബോൾ പോലെ ആക്കിയെടുക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് മാത്രമായിട്ട് എടുക്കാമെന്ന് ഓർത്ത് നോക്കിയപ്പോഴേക്കും ഗ്രാസിൻ്റെ വേര് നല്ല പോലെ പടർന്ന് ഫുള്ളായിട്ടിരിക്കണേ കേട്ടോ. അപ്പോൾ മൊത്തമായിട്ട് ഇളകിപ്പോകുന്നു. അപ്പം ഞാൻ പിന്നെ ആ മണ്ണ് ഹാഫ് പോർഷൻ ആക്കിയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യണ പോലെയാണ് കേട്ടോ അത് ഞാൻ മുറിച്ചെടുത്തത്. പിന്നെ മിൽക്കി ബാമ്പു അതിൽ തന്നെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബോർഡർ ഗ്രാസ് രണ്ട് പോർഷൻ ആക്കിയിട്ട് രണ്ട് ചട്ടിയിലോട്ട് ആക്കി സെൻറ്ററിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് മിൽക്കി ബാമ്പുവിൻ്റെ ഇതിലോട്ട് ഇട്ടിട്ട് ആ പിങ്ക് ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ബോർഡർ ഗ്രാസ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം ഞാൻ ഈ ബോർഡർ ഗ്രാസ് വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മോൾ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് വെക്കുവാണേ. അപ്പോൾ നല്ല തിക്കായിട്ട് വളരണമെങ്കിൽ നമ്മൾ മാക്സിമം പ്ലാന്റ് അതിൽ കുത്തി കൊടുക്കണം. അപ്പോൾ ഞാൻ സിംഗിൾ പീസായിട്ടല്ല, കുറച്ചധികം ഇങ്ങനെ ഞാറ് നടുന്നത് പോലെയാണ് കേട്ടോ ഞാൻ അതിൽ വെച്ച് കൊടുക്കുന്നത്. നല്ല നീർവാഴ്ചയുള്ള മണ്ണാണെങ്കിൽ ഇത് ചീഞ്ഞു പോകില്ല, പെട്ടെന്ന് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ വെയിലും മഴയും കൂടിയുള്ള സമയമായതുകൊണ്ട് നമ്മൾ അധികം കെയർ ചെയ്യേണ്ട ആവശ്യവുമില്ല. വെള്ളം കെട്ടിക്കിടക്കാണ്ടിരുന്നാൽ മതി. അതുപോലെ വെള്ളം അധികം ദിവസം ഒഴിക്കാതിരുന്നാലും പെട്ടെന്ന് ഇത് ഉണങ്ങിപ്പോകും കേട്ടോ. നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത് വരെ കുറച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ബന്ധുവീട്ടിൽ പോയപ്പോഴേക്കും കിട്ടിയൊരു മൾബറി ചെടിയാണ് കേട്ടോ. എപ്പോഴെങ്കിലും ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് വാങ്ങി നടുവാണെങ്കിൽ മൾബറി വാങ്ങിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രീ ആയി കിട്ടിയപ്പോഴേക്കും ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്ന് വെക്കുന്നത്. പെട്ടെന്ന് പിടിച്ചോളൂ എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. ചെറിയ കമ്പാക്കി നട്ടാലും പിടിക്കും എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ ചട്ടിയിൽ നമ്മുടെ മെലസ്റ്റോമ, വൈറ്റ് മെലസ്റ്റോമ നട്ടിരുന്നതാണ്. എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴേക്കും കുറേ കഴിഞ്ഞപ്പോൾ ആ ചെടി നഷ്ടപ്പെട്ടു പോയിട്ടാണ്, നശിച്ചു പോയേ. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. പിന്നീട് എപ്പോഴെങ്കിലും വൈറ്റ് മെലസ്റ്റോമ പിടിപ്പിക്കണം. അപ്പം ഞാൻ ആ ചട്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന മണ്ണ് ഒന്ന് ലൂസാക്കിയിട്ട് അതിലാണ് 3 കൊമ്പ് കുത്തി വെച്ച് കൊടുത്തിട്ടാണ്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് വെരിഗേറ്റഡ് സ്നേക്ക് പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ള ഒരു ബോർഡറായിട്ട് പിടിപ്പിക്കുന്ന ഒരു ചെടി, പുളിയില പോലെ ഇരിക്കും പക്ഷേ കുഞ്ഞിലയാണ് കേട്ടോ അതിൻ്റെ, അതും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പേപ്പർ ഗ്ലാസ്സിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 കഷ്ണം ഉണ്ടായിരുന്നു വെരിഗേറ്റഡ് സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ വെരിഗേഷൻ കയറി വരുന്നേ ഉള്ളൂ, നീരിയ കളറേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു ലീഫിന് തന്നെ കൂട്ടത്തിൽ നിന്നിട്ട് വേര് പിടിച്ചതാണ്, അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഞാൻ കുത്തിക്കൊടുത്തു. ഇന്നത്തെ പരിപാടികൾ ഇത്രയേ ഉള്ളൂ.